നിങ്ങളോട് ഇങ്ങനെ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്തിനാണ് അബ്സ്ട്രാക്റ്റ് ആൾജിബ്ര? മാത്സിൽ എന്തിനാണ് ഇപ്പോൾ ഒരു അബ്സ്ട്രാക്റ്റ് ആൾജിബ്ര യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റണം? അബ്സ്ട്രാക്റ്റ് ആൾജിബ്ര എന്ന് പറയുന്നത് മാത്സിൻ്റെ ഏതൊരു ബ്രാഞ്ച് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ അപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാലും അബ്സ്ട്രാക്റ്റ് ആൾജിബ്ര വളരെ ഫണ്ടമെൻ്റലായിട്ട് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഗ്രൂപ്പ്, റിങ്, ഫീൽഡ്, മൊഡ്യൂൾസ് ഇങ്ങനെ ഏതൊരു ആൾജിബ്രായിക് സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഒരു ഫ്രെയിം വർക്ക് നമുക്ക് അബ്സ്ട്രാക്റ്റ് ആൾജിബ്ര തരുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ നമ്മുടെ നമ്പർ തിയറി എടുക്കുകയാണെങ്കിലും ക്രിപ്റ്റോഗ്രാഫി എടുക്കുകയാണെങ്കിലും കോഡിംഗ് തിയറി എടുക്കുകയാണെങ്കിലും അങ്ങനെ ഏത് മാത്തമാറ്റിക്സിൻ്റെ അപ്ലൈഡ് മാത്തമാറ്റിക്സിൻ്റെ ഫീൽഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ അബ്സ്ട്രാക്റ്റ് ആൾജിബ്രൻ്റെ കൺസെപ്റ്റുകൾ വളരെ അത്യാവശ്യമാണ്. കാരണം എന്ന് പറയുന്നത് ഈ മാത്തമാറ്റിക്കൽ ഒബ്ജക്ട്സിൻ്റെ സിമ്മട്രിയും സ്ട്രക്ചേഴ്സും ഒക്കെ വളരെ വൃത്തിക്ക് ആര് പറയുന്നുണ്ട്? അബ്സ്ട്രാക്റ്റ് ആൾജിബ്ര പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രോപ്പർട്ടീസും എല്ലാ മാത്തമാറ്റിക്കൽ ഒബ്ജക്ട്സിൻ്റെയും പ്രോപ്പർട്ടീസും റിലേഷൻഷിപ്പും നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റും. ഇതാണ് നമ്മൾ സിഗ്നിഫിക്കൻസ് ഓഫ് അബ്സ്ട്രാക്റ്റ് ആൾജിബ്ര ഇൻ മാത്തമാറ്റിക്സ് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത്. അങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരിക്കും എന്നറിയോ? എന്താ ഗ്രൂപ്പ്? അതിനൊരു എക്സാമ്പിൾ പറഞ്ഞെന്നായിരിക്കും. ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താ? ഗ്രൂപ്പ് ജി സ്റ്റാർ എന്ന് പറഞ്ഞാൽ സ്റ്റാർ എന്ന് പറയുന്നത് ഒരു ബൈനറി ഓപ്പറേഷൻ എക്യുപ്പൈ ചെയ്യുന്നതിന് ഒരു സെറ്റാണ് ജി എന്ന് പറയുന്നത്. അതിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ടല്ലേ? ഏതൊക്കെയാണ്? ക്ലോഷർ, അസോസിയേറ്റിവിറ്റി, ഐഡൻറ്റിറ്റി, ഇൻവേഴ്സ്. ഇതൊക്കെ എന്താണെന്ന് നമുക്കറിയാം. ഇനി അതിൻ്റെ എക്സാമ്പിളുകൾ ചോദിച്ചാലോ? നമ്മൾ Z/Nz എന്ന് പറയുന്ന അഡീഷൻ മോഡലോ എടുത്തു കഴിഞ്ഞാൽ അതൊരു സൈക്ലിക് ഗ്രൂപ്പാണ്. അതെന്തിനാ? ഒരു ഗ്രൂപ്പിന് എക്സാമ്പിളാണല്ലോ. അതേപോലെ ഒരു സിമ്മട്രിക് ഗ്രൂപ്പ് SN അത് എക്സാമ്പിളാണ്. മെട്രിക്സ് ഗ്രൂപ്പ് GL(NR) അതൊരു ഗ്രൂപ്പിന് എക്സാമ്പിളാണ്. ഇനി നിങ്ങളോട് ചോദിക്കാം എന്താണ് റിങ്? അതിന് എക്സാമ്പിൾ ചോദിക്കാം. റിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ ഒരൊറ്റ ബൈനറി ഓപ്പറേഷൻ ആയിരുന്നു ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ റിങ്ങിലുണ്ടാവും 2 ബൈനറി ഓപ്പറേഷൻ ഉണ്ടാവും, ഒരു അഡീഷനും ഒരു സ്റ്റാറും. ഇതിലെ ഒരു സെറ്റ് ആറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇത് എക്യുപ്പൈ ചെയ്യുന്ന ഒരു സെറ്റ് ആറ്, അതിൻ്റെ കൂടെ തന്നെ ഈ 2 ബൈനറി ഓപ്പറേഷൻ, ഇതിനെയാണ് നമ്മൾ റിങ് എന്ന് വിളിക്കുന്നത്. ആർ അണ്ടർ അഡീഷൻ എന്താ? അബീലിയൻ ഗ്രൂപ്പാണ്. അസോസിയേറ്റിവിറ്റി ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടിവിറ്റി ഉണ്ട്. ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് റിങ് ആവും. ഓക്കെ, അപ്പോൾ 3 കണ്ടീഷനാണ് നമ്മുടെ റിങ്ങിന് വേണ്ടത്. ആർ അണ്ടർ അഡീഷൻ, അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കണം, അസോസിയേറ്റിവിറ്റി ഉണ്ടാവണം, ഡിസ്ട്രിബ്യൂട്ടിവിറ്റി ഉണ്ടാവണം. ഇനി അതിന് എക്സാമ്പിളുകൾ ചോദിക്കുകയാണെങ്കിലോ കമ്മ്യൂട്ടേറ്റീവ് റിങ് പറയാം, പോളിനോമിയൽ റിങ് പറയാം, മെട്രിക്സ് റിങ് പറയാം. കമ്മ്യൂട്ടേറ്റീവ് റിങ് എന്ന് പറയുമ്പോൾ Z, ദ സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് അണ്ടർ യൂഷ്വൽ അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. പോളിനോമിയൽ റിങ് എന്ന് പറഞ്ഞാൽ പോളിനോമിയൽസ്, റിയൽ കോഎഫിഷ്യൻസിൻ്റെ സെറ്റ് ഓഫ് പോളിനോമിയൽസ്, അതിന് എക്സാമ്പിളാണ്. മെട്രിക്സ് റിങ് എന്ന് പറയുന്നത് MNR, സെറ്റ് ഓഫ് ഓൾ n/n മെട്രിക്സ് ഇൻ റിയൽ എൻട്രീസ്. ഇനി ഗ്രൂപ്പ് എന്താ, റിങ് എന്താ, ഫീൽഡ് എന്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ചോദിക്കാൻ സാധ്യത ഇങ്ങനെയൊക്കെ ആൾജിബ്രായിക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇവരുടെ ഇടയിലുള്ള ഐസോമോർഫിസം എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കും. അതിന് ഇമ്പോർട്ടൻസ് ഒക്കെ ചോദിക്കും. എന്താ ഐസോമോർഫിസം എന്ന് പറയുന്നത്? അതൊരു ബൈജക്റ്റീവ് ഹോമോമോർഫിസം ആണല്ലേ. ഏതൊരു ഓപ്പറേഷൻ്റെ സ്ട്രക്ചറിനെ എടുത്തു കഴിഞ്ഞാലും അത് പ്രിസർവ് ചെയ്യുന്ന ബൈജക്റ്റീവ് ഹോമോമോർഫിസം ആണ് നമ്മുടെ ഐസോമോർഫിസം ബിറ്റ്വീൻ ആൾജിബ്രായിക് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താ? അതിൻ്റെ ഏതൊരു ഓപ്പറേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചർ അതുപോലെ തന്നെ നിൽക്കും. ഇപ്പോൾ നമ്മൾ ഗ്രൂപ്പിൽ നിന്ന് റിങ്ങിലേക്കോ റിങ്ങിൽ നിന്ന് ഫീൽഡിലേക്കോ ഒക്കെ മാറ്റിക്കഴിഞ്ഞാലും ആ ഒരു ഓപ്പറേഷൻ്റെ സ്ട്രക്ചർ പ്രിസർവ് ചെയ്തുകൊണ്ടേയിരിക്കും. അവിടെ ഒരു കണ്ടീഷനും കൂടി ഉണ്ട്. എന്താണ്? ഫൈ ഓഫ് A സ്റ്റാർ B എന്ന് പറയുന്നത് ഫൈ ഓഫ് A ഡോട്ട് ഫൈ ഓഫ് B ആയിരിക്കണം. ഇതിൽ സ്റ്റാർ ഡോട്ട് എന്നൊക്കെ പറയുന്നത് ഗ്രൂപ്പ് ഓപ്പറേഷനാണ്. ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ? ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ പറയാൻ പറ്റുമല്ലേ, അതിങ്ങനെ സ്ട്രക്ചർ പ്രിസർവ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഓപ്പറേഷൻ്റെ സ്ട്രക്ചർ പ്രിസർവ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈസി ആയിട്ട് തന്നെ ഒരു ഫീൽഡിൽ നിന്ന് ഒരു ആൾജിബ്രായിക് സ്ട്രക്ചറിൽ നിന്ന് മറ്റൊരു ആൾജിബ്രായിക് സ്ട്രക്ചറിലേക്ക് ഇവരെ മാറ്റാൻ പറ്റും. അതിൻ്റെ പ്രോപ്പർട്ടി, ഐസോമോർഫിസത്തിൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട്. അപ്പോൾ എല്ലാ ആൾജിബ്രായിക് സ്ട്രക്ചറിലും ഈ ഓപ്പറേഷൻ്റെ സ്ട്രക്ചർ പ്രിസർവ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് ഓരോന്നിനെയും ക്ലാസിഫൈ ചെയ്ത് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അങ്ങനെ ഗ്രൂപ്പ്, ഫീൽഡ് ആ ഒരു റൂട്ടിലേക്കെല്ലാം ക്വസ്റ്റ്യൻ പോകുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് എന്താണ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ആൾജിബ്ര? അതെങ്ങനെയാണ് പോളിനോമിയൽ റിങ്സ് ആയിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നത്? എന്താ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ആൾജിബ്ര എന്ന് പറയുന്നത്? കോംപ്ലക്സ് കോഎഫിഷ്യൻസ് ഉള്ള എല്ലാ നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയലിനും അറ്റ്ലീസ്റ്റ് ഒരു കോംപ്ലക്സ് റൂട്ടെങ്കിലും ഉണ്ടാവും. കോഎഫിഷ്യൻസ് എന്താണെന്നറിയാലോ? അതിൽ കോംപ്ലക്സ് വരിക. അങ്ങനെയുള്ള നോൺ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പോളിനോമിയൽ അതിന് അറ്റ്ലീസ്റ്റ് ഒരു കോംപ്ലക്സ് റൂട്ടെങ്കിലും ഉണ്ടാവും എന്നാണ് നമുക്ക് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ആൾജിബ്ര പറയുന്നത്. ഇതെങ്ങനെയാണ് പോളിനോമിയൽ റിങ്സ് ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന് അറിയോ? നമ്മൾ ഈ പോളിനോമിയൽസ് ഉള്ള റിങ്ങിനെ എടുക്കാം, ഈ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ പോളിനോമിയൽസ് ഉള്ള റിങ്സിനെ എടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ റിങ് എന്തായിരിക്കും എന്നറിയോ? നമുക്കിതിനെ ലീനിയർ ഫാക്ടേഴ്സായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇത് ആൾജിബ്രായിക്കലി ക്ലോസ്ഡ് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ പോളിനോമിയലിനെ നമ്മുടെ സിയിൽ വെച്ചിട്ട് തന്നെ, നമ്മുടെ ഈ കോംപ്ലക്സ് നമ്പറിൽ വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുഴുവനായിട്ട് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ, സോൾവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി നിങ്ങൾ
നിങ്ങളോട് നോർമൽ സബ് ഗ്രൂപ്പ് എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഈ ട്രയാങ്കിൾ തിരിച്ചിട്ട പോലത്തെ റൈറ്റിലേക്ക് തിരിച്ചിട്ട പോലത്തെ ഈ ചിഹ്നം തന്നിട്ട് ഇതെന്താണെന്ന് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് പറയണം? ഇത് നോർമൽ സബ് ഗ്രൂപ്പാണ്. ഇനി എന്താണ് സബ് ഗ്രൂപ്പിനെ നോർമൽ സബ് ഗ്രൂപ്പ് ആക്കുന്നതെന്ന് ചോദിക്കാം. എന്താ സബ് ഗ്രൂപ്പിന് നോർമൽ സബ് ഗ്രൂപ്പ് ആക്കുന്നത്? നമ്മൾ അതിൻ്റെ മെയിൻ ഗ്രൂപ്പ് ജിയും അതിൻ്റെ സബ് ഗ്രൂപ്പ് എൻ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഓരോ എലമെൻറ്റ് സ്മോൾ ജിയും സ്മോൾ എന്നിനെ എടുക്കാം. നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ഒരു സ്മോൾ ജിയും ക്യാപിറ്റൽ എന്നിൽ നിന്ന് ഒരു സ്മോൾ എന്നും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജി എൻ ജി ഇൻവേഴ്സും എന്നിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? നമ്മുടെ എൻ ജിൻ്റെ നോർമൽ സബ് ഗ്രൂപ്പ് ആയിരിക്കും. ഇനി അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ? നമ്മൾ കോഷ്യൻ ഗ്രൂപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഗ്രൂപ്പ് ഹോമോമോർഫിസം നോക്കുകയാണെങ്കിലും ഫാക്ടർ ഗ്രൂപ്പിൽ നോക്കുകയാണെങ്കിലും ഐസോമോർഫിസം തിയറത്തിലാവട്ടെ, ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് സിമ്പിൾ ഗ്രൂപ്പ്സിലാവട്ടെ, ഗ്രൂപ്പ് തിയറിയിലാവട്ടെ, അവിടെയൊക്കെ നമുക്ക് എന്ത് ആവശ്യമുണ്ട്? നമ്മുടെ നോർമൽ സബ് ഗ്രൂപ്പിനെ ആവശ്യമുണ്ട്. അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് പറയാൻ കഴിയുമല്ലോ, അങ്ങനെ എന്താ ഫാക്ടർ ഗ്രൂപ്പ്, എന്താ കോഷ്യൻ ഗ്രൂപ്പിൽ അതിന് ഇമ്പോർട്ടൻസ്, അതിൽ ഉള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്നിൻ്റെ കൊസെറ്റ്സുകളാണ്, അങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും. നമ്മൾ ഐസോമോർഫിസം പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞല്ലോ, ഐസോമോർഫിസം എന്ന് പറയുന്നത് ഒരു ബൈജക്റ്റീവ് ഹോമോമോർഫിസം ആണെന്ന്. ഇനി നിങ്ങളോട് ചോദിക്കാം എന്താണ് ഹോമോമോർഫിസം. അപ്പോൾ നിങ്ങൾ എന്ത് പറയണം? രണ്ട് ആൾജിബ്രായിക് സ്ട്രക്ചറിൻ്റെ ഓപ്പറേഷൻ്റെ സ്ട്രക്ചറിനെ പ്രിസർവ് ചെയ്യുന്ന മാപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹോമോമോർഫിസം എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ അതിന് എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിലോ ഗ്രൂപ്പ് ഹോമോമോർഫിസം പറയാം, റിംഗ് ഹോമോമോർഫിസം പറയാം, ലീനിയർ ട്രാൻസ്ഫോർമേഷൻ പറയാം. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, വായിച്ച് നോക്കണേ.